പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ലാസ്ലൈറ്റ് മാതാവിനെയാണ്. ലാസ്ലൈറ്റ് മാതാവ് ക്രൂശിത രൂപവുമായി പ്രത്യക്ഷപ്പെട്ട മാതാവ്, കരയുന്ന മാതാവ്, കണ്ണുനീരിന്റെ മാതാവ് എന്നീ പേരുകൾ ലാസ്ലൈറ്റ് മാതാവിനുണ്ട്. പരിശുദ്ധ അമ്മയോട് ഏറെ സ്നേഹവും ആദരവും വിശ്വാസവും പുലർത്തുന്ന ഒരു രാജ്യമായിരുന്നു ഫ്രാൻസ്. എന്നാൽ 1789 ഫ്രഞ്ച് വിപ്ലവം അവിടുത്തെ ജനങ്ങളുടെ ദൈവവിശ്വാസത്തിലേറെ തകർച്ചകൾ സൃഷ്ടിച്ചു. നിരീശ്വരവാദം അവിടുത്തെ ജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു. ഈ സാഹചര്യം നിലനിൽക്കെയാണ് പരിശുദ്ധ അമ്മ ഫ്രാൻസിലെ ലാസ്ലൈറ്റ് മലമുകളിൽ മെലാനി കാൽവെറ്റ്, മാക്സിമിൻ ജിറാഡ് എന്നീ രണ്ട് ഇടയ ബാലകർക്ക് 1846 സെപ്റ്റംബർ 19 നിറകണ്ണുകളോടെ പ്രത്യക്ഷപ്പെട്ടത്. തൻ്റെ തിരുക്കുമാരൻ്റെ സന്നിധിയിലേക്ക് എല്ലാവരും തിരിച്ചു വരണമെന്ന് അമ്മ അവരെ ഓർമ്മപ്പെടുത്തി. ഒരു പാറക്കല്ലിന്മേൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടാണ് അമ്മ ഇടയ ബാലകർക്ക് ദർശനം നൽകിയത്. ദർശനവേളയിൽ മാതാവ് കുട്ടികളോട് സംസാരിച്ചത് കരഞ്ഞുകൊണ്ടായിരുന്നു. എന്നാൽ മാതാവിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പോലും താഴെ വീഴാതെ അപ്രത്യക്ഷമായിക്കൊണ്ടിരുന്നു. പ്രാർത്ഥനയുടെ പ്രാധാന്യം അമ്മ ഇടയ ബാലകർക്ക് വെളിപ്പെടുത്തി. പ്രഭാതത്തിലും സായാഹ്നത്തിലും പ്രാർത്ഥിക്കണമെന്ന് അമ്മ കുട്ടികളെ ഓർമ്മപ്പെടുത്തി. പ്രാർത്ഥിക്കാനാകാത്ത നിമിഷങ്ങളിൽ സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപവും നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപവും ചൊല്ലാൻ ശ്രമിക്കണമെന്നും അമ്മ പറഞ്ഞു. ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അപ്രത്യക്ഷമായി. ക്രൂശിത രൂപവുമായി അമ്മ പ്രത്യക്ഷപ്പെട്ട ഏക സ്ഥലം ഇതാണ്. മാതാവിന്റെ ചുറ്റും വലിയ പ്രകാശമുണ്ടായിരുന്നു. ആ പ്രകാശത്തിന്റെ ഉറവിടം അമ്മ ധരിച്ചിരുന്ന ക്രൂശിത രൂപമായിരുന്നു. നാം പാപം ചെയ്യുമ്പോൾ ക്രിസ്തുവിനെ ക്രൂശിക്കുന്നു എന്നതിന്റെ പ്രതീകമായി ചുറ്റികയും, നമ്മൾ അനുദപിക്കുമ്പോൾ ക്രിസ്തുവിന്റെ കുരിശിൽ നിന്ന് ആണികൾ ഇളക്കിയെടുക്കുന്നതിന്റെ പ്രതീകമായി ചവണയും ആ കുരിശിൽ കാണപ്പെട്ടു. പ്രാർത്ഥന, പരിത്യാഗം, തീക്ഷ്ണത എന്നീ 3 കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ലാസ്ലൈറ്റിലെ മരിയൻ പ്രത്യക്ഷീകരണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 1851 സെപ്റ്റംബർ 19 പ്രാദേശിക ബിഷപ്പ് അവർ ലേഡി ഓഫ് ലാസ്ലൈറ്റിനോടുള്ള പൊതുജന ഭക്തിയും പ്രാർത്ഥനകളും ഔദ്യോഗികമായി അംഗീകരിച്ചു.